അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവബഹുലമായ ജീവചരിത്രത്തിൻ്റെ 34-ാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം പ്രവേശിക്കാൻ പോകുന്നത്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഖുറൈശികൾ ശക്തമായ മർദ്ദനമുറകൾ ആരംഭിച്ചത്. പക്ഷേ ഈ മർദ്ദനമുറകൾ തന്നെ ഖുറൈശികളിലെ പ്രമുഖരായ ആളുകളെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരണയായി മാറുകയായിരുന്നു. ഖുറൈശികളിലെ മഖ്സൂം ഗോത്രക്കാരനായ അബൂജഹൽ, അദ്ദേഹം ഹാഷിം കുടുംബക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിച്ചത്, ഉപദ്രവിച്ചത് ഹാഷിം കുടുംബക്കാരൻ തന്നെയായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണത്തിന് കാരണമായി മാറുകയുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിയെയും ഭർത്താവിനെയും മർദ്ദിച്ചത്, ഉപദ്രവിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായി, നിമിത്തമായി മാറുകയുമുണ്ടായി. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ തകർക്കാൻ അവർ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും പയറ്റാൻ തുടങ്ങി. പരിഹാസം, പ്രകോപനം, പ്രലോഭനം, മർദ്ദനം, ഇതൊക്കെ അവർ പയറ്റി നോക്കി. പക്ഷെ ഇതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. ഓരോ ദിവസവും ഒന്നിനൊന്ന് ഇസ്ലാം മെച്ചപ്പെട്ടു വരികയായിരുന്നു. ആളുകൾ കൂടുതലായി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. അങ്ങനെ ഈ സന്ദർഭത്തിൽ അവർ വീണ്ടും അബൂ താലിബിന്റെ അടുത്ത് വരികയും മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, എത്ര ബ്ലഡ് മണി വേണമെങ്കിലും, എത്ര പ്രായച്ചിത്തം വേണമെങ്കിലും ഞങ്ങൾ തരാം, മുഹമ്മദിനെ ഒന്നുകിൽ ഞങ്ങൾക്ക് വിട്ടുതരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് താങ്കളുടെ കുടുംബത്തെ ബഹിഷ്കരിക്കാൻ പോവുകയാണ്, അത് നേരിടാൻ തയ്യാറായിക്കൊള്ളുക എന്ന ഒരു ഭീഷണിയുമായിട്ടാണ് ഖുറൈശികൾ അബൂ താലിബിനെ സമീപിച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാജയപ്പെടുത്താൻ ഇനി അത് മാത്രമാണ് വഴി എന്നവർ മനസ്സിലാക്കി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി, നുബുവത്തിന്റെ 6-ാം വർഷം ദുൽഹജ്ജ് മാസത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിലേക്ക് വരുന്നത്. നുബുവത്തിന്റെ 7-ാം വർഷത്തിൽ മുഹറം മാസത്തിൽ എല്ലാ അറബി ഗോത്രങ്ങളും, ഖുറൈശികളുടെ എല്ലാ ഉപഗോത്രങ്ങളും ഉപവിഭാഗങ്ങളും ചേർന്ന് ഒരു യോഗം ചേർന്നു. ആ ഉപവിഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഖുസൈന്റെ മകൻ അബ്ദുമനാഫിന് പ്രധാനമായും 4 മക്കളാണ് ഉണ്ടായിരുന്നത്: ഹാഷിം, മുത്തലിബ്, അബ്ദുഷംസ്, നൗഫൽ. മതവും വിശ്വാസവും ഒന്നും നോക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും സംരക്ഷിച്ചിരുന്നത് ഒന്ന് ഹാഷിം കുടുംബവും മറ്റൊന്ന് മുത്തലിബ് കുടുംബവുമായിരുന്നു. അതുകൊണ്ട് ഖുറൈശികൾ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിച്ചു, മുഹമ്മദിന്റെ ഭാഗത്ത് നിൽക്കുന്ന, കുടുംബപരമായി മുഹമ്മദിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഹാഷിം കുടുംബത്തെയും മുത്തലിബ് കുടുംബത്തെയും നമ്മൾ പൂർണ്ണമായും ബഹിഷ്കരിക്കണം, ഒരു സാമൂഹ്യമായ ഊരുവിലക്ക് ഏർപ്പെടുത്തണം, സാമൂഹ്യമായ ബഹിഷ്കരണം നടത്തണം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഈ ഖുറൈശികൾ ബനു ഹാഷിമിനെതിരെയും ബനു മുത്തലിബിനെതിരെയും ഊരുവിലക്ക് പ്രഖ്യാപിച്ചതോടുകൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം അബൂ താലിബിന്റെ നേതൃത്വത്തിൽ, അബൂ താലിബിന്റെ തന്നെ ഒരു കുറച്ച് സ്വല്പം അപ്പുറത്തുള്ള ഒരു മലഞ്ചെരിവുണ്ടായിരുന്നു, അത് ഷഅബ് അബി താലിബ് എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്, അങ്ങോട്ടേക്ക് താമസം മാറുകയുണ്ടായി. ഖുറൈശികൾ പ്രഖ്യാപിച്ചു, മുസ്ലിങ്ങളുമായി, ബനു ഹാഷിമുമായി, ബനു മുത്തലിബുമായി ഒരു ഇടപാടുകളും നടത്താൻ പാടില്ല, അവരിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല, അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല, അവരിൽ നിന്ന് ഒരു സാധനങ്ങൾ വാങ്ങാൻ പാടില്ല,
അവർക്കൊരു സാധനങ്ങളും വിൽക്കാനും പാടില്ല. ഇങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ അവരെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കണം എന്നായിരുന്നു അവർ തീരുമാനിച്ചത്. ഇതൊരു വലിയ രേഖയായി, ഒരു പത്രികയായി അവരെഴുതി കഅബയിൽ കെട്ടിത്തൂക്കുകയുണ്ടായി. അഥവാ ഇതൊരു എല്ലാവരും അംഗീകരിച്ച ഒരു ഡോക്യുമെന്റ് ആണ് എന്ന രൂപത്തിൽ ഹാഷിം ഗോത്രത്തോട്, മുത്തലിബ് ഗോത്രത്തോട് ഒരു വിധത്തിലും ഇടപാടുകൾ പാടില്ല. അവർ മുഹമ്മദിനെ വധിക്കാൻ വിട്ടുതരുന്നത് വരെ ഈ ബഹിഷ്കരണം തുടരേണ്ടതാണ് എന്നാണ് അവർ കരാറിൽ പ്രധാനമായും എഴുതിയത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും പട്ടിണിക്കിട്ട് കൊല്ലുക, ഇതാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന അവസാനത്തെ തന്ത്രം. മറ്റു തന്ത്രങ്ങളൊന്നും വിലപ്പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അതായിരുന്നു പിന്നീട് അവർ പ്രയോഗിച്ച തന്ത്രം. ബഗീദ് ഇബ്നു ആമിറാണ് അദ്ദേഹത്തെ ഈ കരാറ്, ബഗീദ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ആളാണ് ഈ കരാറ് എഴുതിയുണ്ടാക്കി കഅബയിൽ തൂക്കിയത് എന്ന് ചില റിപ്പോർട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന്റെ കൈ പിന്നീട് തളർന്നുപോയി എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം നളർ ബിൻ ഹാരിസ് ആണ് ഈ കരാർ എഴുതിയുണ്ടാക്കി തൂക്കുന്നത്, കഅബയിൽ തൂക്കുന്നത്. എന്തായിരുന്നാലും ബനു ഹാഷിമിലെയും ബനു മുത്തലിബിലെയും ആളുകൾ മുഴുവൻ അതിൽ ഉൾപ്പെട്ടു. ഒരാള് മാത്രം ഒഴിവ്. അതാരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബനു ഹാഷിമിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായ പിതൃവ്യനായ അബൂ ലഹബ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഞാൻ മുഹമ്മദിന്റെ ഇസ്ലാമിനെയും ദീനിനെയും ഒക്കെ ഇതാ കൈയൊഴിക്കുന്നു, എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഖുറൈശികളുടെ ഭാഗത്ത് ചേരുകയായിരുന്നു. അപ്പോ അബൂ ലഹബ് ഒഴിച്ച് ബാക്കിയുള്ള വിശ്വാസികളും അവിശ്വാസികളും സ്ത്രീകളും കുട്ടികളുമായി എല്ലാവരും ഈ ഉപരോധത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുകയുണ്ടായി. ഉപരോധം വളരെ ശക്തമായി. ഖുറൈശികൾ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. മക്കയിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളും സാധനങ്ങളും ഒന്നും ഇവർക്ക് ലഭിക്കരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഖുറൈശികൾ അതിനു വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു. കാരണം സാധനങ്ങൾ മക്കയിലെത്തുമ്പോൾ ഖുറൈശികൾ ഇതെന്ന് ആദ്യം വാങ്ങും. ഒരു കാരണവശാലും ഇത് ബനു ഹാഷിം കുടുംബക്കാർക്ക് കിട്ടരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ വളരെ തന്ത്രപരമായ ചില നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇവർക്ക് ഭക്ഷണം കിട്ടാതായപ്പോൾ ആരും ഭക്ഷണം അവർക്ക് കൊടുക്കുന്നില്ല. ഇങ്ങനെ ആയപ്പോൾ കുട്ടികളും സ്ത്രീകളും ഒക്കെ കരയാൻ തുടങ്ങി. ഇവരുടെ കരച്ചിൽ കേട്ട്, ഇവരുടെ ഈ ദയനീയമായ വിലാപം കേട്ട് ഖുറൈശികൾ പൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നവത്രേ. ചില റിപ്പോർട്ടുകളിൽ കാണാം, വിശപ്പ് സഹിക്കവയ്യാതെ അവര് ഈ മരത്തിന്റെ തോലും അതിന്റെ ഇലകളുമൊക്കെ വെള്ളത്തിലിട്ട് അത് കഴിക്കുകയും, ചില റിപ്പോർട്ട് പ്രകാരം ചെരുപ്പിന്റെ വാറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതൊക്കെ കഴിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാം. എത്രത്തോളം അതികഠിനമായ പട്ടിണിയായിരുന്നു അവർ അനുഭവിച്ചിരുന്നത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി വാവിട്ട് കരയുന്നത് ഖുറൈശികൾ വലിയ പൊട്ടിച്ചിരിയോടുകൂടി ഈ അട്ടഹാസങ്ങളെയൊക്കെ ഒരു സന്തോഷത്തോടുകൂടി അവര് ആസ്വദിച്ചിരുന്ന രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ മലഞ്ചെരിവിലായിരുന്നു ഏകദേശം 3 വർഷം അവർ താമസിച്ചിരുന്നത്. എന്നാൽ ചില മനുഷ്യപ്പറ്റുള്ള ആളുകൾ ഖുറൈശി സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അവർ രഹസ്യമായി മുസ്ലിങ്ങൾക്കും ബനു ഹാഷിമിനും ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞത് ഇതുപോലുള്ള സ്നേഹമുള്ള മനുഷ്യപ്പറ്റുള്ള ചില മനുഷ്യരുടെ സേവനങ്ങൾ കൊണ്ടാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഗസയിലെ ജനങ്ങൾ, അവരെ ഇസ്രായേൽ പട്ടിണിക്കിട്ട് എല്ലാ ബന്ധങ്ങളും വേർപ്പെടുത്തി അവരെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഈജിപ്തിൽ നിന്നൊക്കെയുള്ള ചില തുരങ്കങ്ങളിലൂടെയാണ് അവർക്ക് ജീവിക്കാനുള്ള ഭക്ഷണം ലഭിക്കുന്നത്. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയുള്ള ഈ ബനു ഹാഷിം കുടുംബത്തിനും ബനു മുത്തലിബ് കുടുംബത്തിനും ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഖുറൈശികളിൽ തന്നെയുള്ള ചില സുമനസ്സുകളിലൂടെ, ചില നല്ല മനസ്സുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും എത്തിച്ചു കൊടുക്കുകയായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മുത്ഇം ഇബ്നു അദി എന്ന് പറയുന്നയാൾ. അദ്ദേഹം മുസ്ലിങ്ങളോട് സ്നേഹമുള്ള, മുസ്ലിങ്ങളോട് വളരെ അനുഭാവമുള്ള ഒരാളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ട്.
അദ്ദേഹം പിന്നീടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നുണ്ട്. ബദറിൽ 70 ആളുകളെ പിടിച്ചപ്പോൾ ആ 70 ആളുകളെ മോചിപ്പിക്കും മുത്ഇം ഉണ്ടായിരുന്നുവെങ്കിൽ, മുത്ഇം ഇബ്നു അദി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രായശ്ചിത്തവും വാങ്ങാതെ ഈ ആളുകളെ ഞാൻ വിടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മുത്ഇം ഇബ്നു അദി റൊട്ടിയും അതുപോലെ തന്നെ മാവും ഒക്കെ തന്റെ ഒട്ടകപ്പുറത്ത്, തന്റെ വാഹനപ്പുറത്ത് കൊണ്ടുപോയി മുസ്ലിങ്ങളുടെ, ഈ ശൈബ അബി ത്വാലിബിൽ താമസിക്കുന്ന മുസ്ലിങ്ങളുടെ ഓരോ വീട്ടിലും എത്തിക്കുമായിരുന്നത്രേ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരപുത്രൻ ഹക്കീം, അദ്ദേഹം അമ്മായിക്ക് എന്തായിരുന്നാലും അമ്മായിയും കുടുംബവും ഒക്കെ ഇങ്ങനെ പ്രയാസപ്പെടുന്ന അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമുണ്ടാക്കി. അദ്ദേഹം അവർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് മാവുമായിട്ട് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അബൂജഹൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്? ഇത് പറ്റില്ല, ഈ കള്ളക്കടത്ത് പറ്റില്ല. ബനു ഹാഷിം കുടുംബത്തെ ഇങ്ങനെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇടപെടുകയും അദ്ദേഹം കുറച്ച് മാവ് കൊണ്ടുപോയി കൊടുത്തോട്ടെ, അദ്ദേഹത്തിന്റെ അമ്മായിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ അവസാനം അബൂജഹൽ അത് സമ്മതിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രത്തോളം ഊരുവിലക്കും പ്രയാസങ്ങളും ഉള്ള സാഹചര്യത്തിലും സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. നബി നേരെ കഅബയിൽ വരും. തന്റെ ദഅവാ പ്രവർത്തനങ്ങൾ, ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാര്യം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വിശേഷിച്ച് ഹജ്ജ് കാലത്ത് ഒരുപാട് ആളുകൾ ദൂരെ ദിക്കുകളിൽ നിന്ന് മക്കയിലേക്ക് വരും. അപ്പോൾ അവരെയൊക്കെ നേരിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരവസരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാഴാക്കിയിട്ടുണ്ടായിരുന്നില്ല. നബിയോട് സോഫ്റ്റ് കോർണറുള്ള മറ്റൊരാൾ ഹിഷാം ഇബ്നു അംർ ഇബ്നു റബീഅ എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം തന്റെ സുഹൃത്ത് സുഹൈർ ഇബ്നു അബി ഉമയ്യ അൽ മഖ്സൂമിയെ, സുഹൈർ എന്ന് പറയുന്ന അദ്ദേഹം മഖ്സൂമി ഗോത്രക്കാരനാണ്, അദ്ദേഹത്തെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകൾ അഥവാ ആത്തിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി അഥവാ അബ്ദുൽ മുത്തലിബിന്റെ മകൾ, ആ ആത്തിക്കയുടെ മകനായിരുന്നു സുഹൈർ. പക്ഷേ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ വഴിയുള്ള ബന്ധമല്ല പരിഗണിക്കുക, ഉപ്പ വഴിയുള്ള ബന്ധമാണ് പരിഗണിക്കുക. ആത്തിക്കയുടെ ഭർത്താവ് മഖ്സൂം ഗോത്രക്കാരനായിരുന്നു. ഈ ആത്തിക്കയുടെ മകനുണ്ട് സുഹൈർ ഇബ്നു അബി ഉമയ്യ അൽ മഖ്സൂമി. അദ്ദേഹത്തോട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കുടുംബത്തോടും സ്വല്പം സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്ന ഹിഷാം എന്ന് പറഞ്ഞു, അല്ലയോ സുഹൈർ, നിന്റെ അമ്മാവന്മാർ ഈ വിധം കഷ്ടപ്പെടുമ്പോൾ നീ ഇങ്ങനെ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കാൻ പാടുണ്ടോ? ഇത് ശരിയാണോ? അപ്പൊ സുഹൈർ ചോദിച്ചു, നാശം, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഹിഷാം പറഞ്ഞു, താങ്കൾ ഒറ്റക്കല്ല, താങ്കളുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്. സുഹൈർ ചോദിച്ചു, അതാരാണ്? ഹിഷാം പറഞ്ഞു, ഞാൻ തന്നെയാണ്. നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ പാവങ്ങളായ പ്രയാസപ്പെടുന്ന ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ നമുക്ക് മൂന്നാമതൊരാളെ കൂടി കിട്ടുമോ എന്ന് ചോദിച്ചു സുഹൈർ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുത്ഇം ഇബ്നു അദീനെ ഒന്ന് പോയി നോക്കാം. അദ്ദേഹവും ബനു ഹാഷിമിനോട് സ്വല്പം സോഫ്റ്റ് കോർണറുള്ള ആളാണ്. മുത്ഇം ഇബ്നു അദീനെ ഇവർ രണ്ടുപേരും കൂടി സമീപിച്ചു. അബ്ദുമനാഫിന്റെ മറ്റൊരു മകനായ നൗഫൽ, അബ്ദുമനാഫിന് 4 മക്കളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അബ്ദുമനാഫിന്റെ മറ്റൊരു മകനാണ് നൗഫൽ. നൗഫലിന്റെ പേരക്കുട്ടിയാണ് മുത്ഇം. അങ്ങനെ മുത്ഇമിന്റെ അടുത്ത് വന്നിട്ട് ഇവർ പറഞ്ഞു, നിങ്ങളുടെ തന്നെ കുടുംബക്കാരായ ഈ ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ശരിയാണ്? ഇങ്ങനെ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കാതെ, അവർക്ക് ചരക്കുകളൊന്നും കൊടുക്കാതെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് ശരിയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുത്ഇം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, താങ്കൾ ഒറ്റക്കല്ല, ഞങ്ങൾ 2 പേര് 2-3 പേരുണ്ട്, നമുക്ക് ഈ ശ്രമം തുടരാം. അങ്ങനെ നമുക്ക് 4മതൊരാളെ നമുക്ക് അന്വേഷിക്കാൻ പറ്റുമോ? അങ്ങനെ അബൂ ബുഖ്തരി ബിൻ ഹിഷാമിനെ സമീപിച്ചു. അദ്ദേഹവും ഇത് തന്നെ പറഞ്ഞു. അദ്ദേഹവും ഇവരുടെ സംഘത്തിൽ ചേർന്നു. 5മത്തെ ഒരാളെ നമുക്ക് സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ സംആ ബിൻ അൽ അസ്വദിനെ അവർ സമീപിക്കുകയും സംഅയും അതിനോട് യോജിക്കുകയും ചെയ്തു. ഇങ്ങനെ 5 ആളുകൾ, 5 ചെറുപ്പക്കാർ അല്ലെങ്കിൽ 5 ധീരന്മാരായ ആളുകൾ ഈ കരാറ് പൊളിച്ചെഴുതണം, ഈ ഊരുവിലക്ക് നമുക്ക് തകർക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഈ കരാറ് പിച്ച് ചീന്താൻ തീരുമാനിച്ചു. അവര് ഈ 5 പേര്, ഹിഷാം ഇബ്നു അംർ, സുഹൈർ ബിൻ അബി ഉമയ്യ, മുത്ഇം ഇബ്നു അദി,
അബുൽ ബുഖ്തരി ബിൻ ഹിഷാം, സംആ ബിൻ അൽ അസ്വദ്, ഇങ്ങനെയുള്ള ഈ 5 പേരും കൂടി തീരുമാനിച്ചു നമുക്കിത് അവസാനിപ്പിക്കണം എന്ന്. അങ്ങനെ അവർ സുഹൈർ പറഞ്ഞു, ഞാനായിരിക്കും ഇതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കുക, കാരണം എനിക്കാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും അവകാശമുള്ളത്. അങ്ങനെ അദ്ദേഹം പിറ്റേന്ന് നേരെ കഅബയെ തവാഫ് ചെയ്തുകൊണ്ട് 7 തവണ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, മക്ക നിവാസികളെ, ഹാഷിം കുടുംബം വാങ്ങാനോ വിൽക്കാനോ കഴിയാതെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉണ്ണുകയും ഉറങ്ങുകയും ഉടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അള്ളാഹുവാണ് ഈ ബന്ധങ്ങൾ തകർക്കുന്ന ഈ അക്രമിയായ പത്രിക പിച്ചു ചീന്തുന്നത് വരെ ഞാൻ അടങ്ങിയിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അബൂജഹൽ ചാടി എഴുന്നേറ്റു. കള്ളം, പച്ചക്കള്ളം, നിനക്കത് തകർക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് അംഗീകരിച്ച കരാറാണിത്. നിനക്ക് മാത്രം അതെങ്ങനെ തകർക്കാൻ പറ്റും? ഉടനെ സംആ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നീയാണ് പെരുങ്കള്ളൻ അബൂജഹൽ, നീയാണ് പെരുങ്കള്ളൻ. അത് എഴുതപ്പെട്ട അന്ന് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. നീ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതാണ്. ഞങ്ങളോടെങ്കിലും നീ ചോദിച്ചിട്ടുണ്ടോ? ഞങ്ങളോട് നീ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് അന്നേ അതിനോട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ അബുൽ ബുഖ്തരി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, സംആ പറഞ്ഞതാണ് ശരി, ഞങ്ങളത് അംഗീകരിക്കുകയില്ല. ഞങ്ങളുടെ നിരപരാധിത്വം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നു. ഹിഷാമും എഴുന്നേറ്റതുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഇവർ 5 പേരും ഇന്നലെ രാത്രി ഗൂഢാലോചന നടത്തി വന്നതാണ്. അബൂ താലിബ് ആ സമയത്ത് പള്ളിയുടെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഈ പത്രികയുടെ കാര്യത്തിൽ മുഹമ്മദിന് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്, പ്രത്യേകമായ വിവരം കിട്ടിയിട്ടുണ്ട്. അത് ആ മക്കക്കാരെ അറിയിക്കാൻ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. പത്രികയിലെ അക്രമപരമായ എല്ലാ ക്ലോസുകളും നശിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ നാമം അല്ലാഹുമ്മ എന്നത് മാത്രമാണ്, ബാക്കിയുള്ള എല്ലാം നശിച്ചിട്ടുണ്ട് എന്നാണ് മുഹമ്മദിന് വിവരം കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഖുറൈശികളോട് പറഞ്ഞു, ഇപ്പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഉപരോധം അവസാനിപ്പിച്ചുകൂടെ? ഇപ്പറഞ്ഞത് കളവാണെങ്കിൽ മുഹമ്മദിനെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. ഖുറൈശികൾ പറഞ്ഞു, വിശേഷിച്ച് അബൂജഹൽ പറഞ്ഞു, അത് ന്യായം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുഹമ്മദ് പറഞ്ഞത് നേരാണോ എന്ന് നോക്കാം. അങ്ങനെ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൂത്രയും നേരെ ഈ കരാർ പത്രിക പിച്ചു ചീന്താൻ വേണ്ടി കഅബയുടെ ചുമരിന്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം അത് എടുത്തു നോക്കുമ്പോൾ അല്ലാഹുമ്മ എന്ന ഈ പദമൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചിതറിതെന്ന് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അഥവാ കരാറ് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിസ്മിക അല്ലാഹുമ്മ എന്ന ഈ ബിസ്മിക അല്ലാഹുമ്മ, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന ആ ഭാഗം മാത്രം നശിച്ചിട്ടുണ്ടായിരുന്നില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് വരികയായിരുന്നു. അതോടുകൂടി ഉപരോധം അവസാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്തത സഹചാരികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരുമെല്ലാം താഴ്വരയിൽ നിന്ന് പുറത്തു വന്ന് വീണ്ടും സാധാരണ ജീവിതം നയിക്കാൻ തുടങ്ങി. മുശ്രിക്കുകൾക്ക് നബിയുടെ പ്രവാചകത്വം മനസ്സിലാക്കണമെങ്കിൽ, അംഗീകരിക്കണമെങ്കിൽ അതിനെ പറ്റിയ ഒരു തെളിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും അവർ അംഗീകരിക്കുകയുണ്ടായില്ല. അത് നേരെ അവരുടെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ അവർ തള്ളുകയായിരുന്നു. ഇൻഷാ അള്ളാഹ് മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.